ഫെയ്ത്ത് ക്ലിയറൻസിന്റെ 49ാമത്തെ ഇന്നത്തെ എപ്പിസോഡിൽ മാമുദിസ രജിസ്റ്ററിലും വിവാഹ രജിസ്റ്ററിലും തിരുത്തലുകൾ വരുത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രതിപാദിക്കുന്നത്. മാമുദിസ രജിസ്റ്ററിൽ വിവാഹ രജിസ്റ്ററിലൊക്കെ രേഖപ്പെടുത്തിയ കാലഘട്ടത്തിൽ ചിലപ്പോൾ അശ്രദ്ധ മൂലമോ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നമ്മൾ രേഖപ്പെടുത്തിയിരുന്നപ്പോൾ ഇതുപോലെയുള്ള സിവിൽ ഇഫക്ട്സ് അതിനെ വല്ലാതെ ബാധിക്കാതിരുന്നൊരു കാലഘട്ടത്തിൽ വേണ്ട വിധത്തിൽ അത് പൂർണ്ണമായിട്ട് നമ്മൾ രേഖപ്പെടുത്താതിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകാം. ഇന്ന് അത് ആവശ്യം വേണ്ട സമയത്ത് അതിന് തിരുത്തലുകൾ ചിലപ്പോൾ ആവശ്യമായിട്ട് വരാം. ഉദാഹരണത്തിന് നമ്മുടെ ഡോക്യുമെൻറ്റ്സിൽ കിടക്കുന്ന പേരും മാമുദിസ രജിസ്റ്ററിൽ കിടക്കുന്ന പേരൊക്കെ തമ്മിൽ ഇനീഷ്യലിൽ വ്യത്യാസം ഉണ്ടാവാം, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടാകാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അത് തിരുത്തി ശരിയാക്കിയെടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തതയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. തിരുത്തലുകൾ ആവശ്യമുള്ള വ്യക്തിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടതും അപേക്ഷയിൽ ഒപ്പുവെക്കേണ്ടതും. മാമുദിസ രജിസ്റ്ററിൽ പേര് ചേർക്കുന്നതിന് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ആദ്യം കാണുന്നു. രൂപതാ മുദ്രപത്രത്തിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. മാമുദിസ മുങ്ങിയ സ്ഥലത്തെയും ഇപ്പോൾ അധിവസിക്കുന്ന സ്ഥലത്തെയും ബഹുമാനപ്പെട്ട വികാരിയച്ചന്മാരുടെ റിപ്പോർട്ടും ഒപ്പം സീലും അപേക്ഷയിൽ ഉണ്ടാകേണ്ടതാണ്. അധിവസിക്കുന്ന സ്ഥലത്തെ വികാരിയച്ചന് ഇത് സംബന്ധിച്ച് വേണ്ട ഇൻഫർമേഷൻ ഉണ്ടായാലും മതിയാകും. മാമുദിസ മുങ്ങിയത് മറ്റൊരു രൂപതയിൽ ഇടവകയിലാണെങ്കിൽ ആ രൂപത അധ്യക്ഷന്റെ മുൻപാകെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടതും അനുവാദം വാങ്ങേണ്ടതും. മാമുദിസ മുങ്ങിയ സ്ഥലത്തെ മാമുദിസ കണക്കാണ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടത്. പേര് ചേർക്കേണ്ടത് പ്രായപൂർത്തിയായ വ്യക്തിയുടേതാണെങ്കിൽ ടി വ്യക്തിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടതും അപേക്ഷയിൽ ഒപ്പുവെക്കേണ്ടതും. ടി വ്യക്തിയുടെ മാമുദിസ രജിസ്റ്ററിലെ പേരിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ടി വ്യക്തി സ്ഥലത്തില്ലാത്ത പക്ഷം മാതാപിതാക്കൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ പേര് ചേർക്കുന്നതിന് മാതാപിതാക്കളെ അധികാരപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള രേഖ അപേക്ഷയോടൊപ്പം ഉണ്ടായിരിക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം താഴെ പറയുന്ന ഔദ്യോഗിക രേഖകളുടെ ഒറിജിനലും കോപ്പിയും ഹാജരാക്കേണ്ടതാണ്. SSLC ബുക്കിൻ്റെ കോപ്പി അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. പബ്ലിക് നോട്ടറിയുടെ ഒപ്പോടുകൂടിയ അഫിഡാവിറ്റ്, പേര് തെളിയിക്കുന്ന മറ്റ് ഔദ്യോഗിക രേഖകളുടെ കോപ്പികൾ, ഉദാഹരണത്തിന് ഇലക്ഷൻ ഐഡൻറ്റിറ്റി കാർഡ്, റേഷൻ കാർഡ്, പാൻ കാർഡ് എന്നിവ. ഇപ്പോൾ നമ്മൾ മാമുദിസയിൽ രജിസ്റ്ററിലെ തിരുത്തലുകൾ വരുത്തുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതേ പ്രോസസ്സുകളൊക്കെ തന്നെയാണ് നമ്മൾ വിവാഹ രജിസ്റ്ററിലെ തിരുത്തലുകൾ വരുത്തുന്നതിനും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഏതാനും ചെറിയ ഭേദഗതികൾ മാത്രം ഇവിടെ അവതരിപ്പിക്കുന്നു. രൂപതാ മുദ്രപത്രത്തിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വിവാഹ രജിസ്റ്ററിൽ തിരുത്തലുകൾ നടത്തുന്നതിന് മുൻപ് ദമ്പതികളിൽ ഒരാൾ അല്ലെങ്കിൽ ദമ്പതികളുടെ മാമുദീസ സംബന്ധമായ വസ്തുതകൾ ശരിയാണെങ്കിൽ മാത്രം വിവാഹം നടന്ന സ്ഥലത്തെ രൂപതാ മെത്രാന് ആവശ്യമായ രേഖകൾ സമർപ്പിച്ച് തിരുത്തലിനായി വികാരിയച്ചൻ്റെ ശുപാർശയോടെ അപേക്ഷ സമർപ്പിക്കുക. അല്ലാത്ത പക്ഷം ദമ്പതികളിൽ ഒരാളുടെ അല്ലെങ്കിൽ ദമ്പതികളുടെ മാമുദീസ രേഖ അല്ലെങ്കിൽ ആ രേഖകളിൽ ആവശ്യമായ തിരുത്തലുകൾ നമ്മൾ മാമുദീസയിൽ മുൻപ് നിർദ്ദേശിച്ചതുപോലെ മുകളിൽ നിർദ്ദേശിച്ചതുപോലെ ചെയ്തതിന് ശേഷം അപേക്ഷ സമർപ്പിക്കുക. ഈ ഒരു പ്രോസസ്സ് തുടങ്ങുന്നതിനായിട്ട് ഈ രൂപതാ മുദ്രപത്രത്തിൽ അപേക്ഷിക്കുക എന്ന് പറഞ്ഞു. നമ്മുടെ അതാത് ഇടവക വികാരിച്ചന്മാരെ ചെന്ന് കണ്ടാൽ രൂപത മുദ്രപത്രത്തിൻ്റെ അപേക്ഷ നമുക്ക് ലഭിക്കും. ആ അപേക്ഷയിൽ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ചിട്ട് നമുക്ക് വേണ്ടതായിട്ടുള്ള നമ്മുടെ തിരുത്തലുകൾ ബിഷപ്സ് ഹൗസിൽ ചെന്ന് അത് കൃത്യമായ രേഖകൾ ശരിയാക്കി വാങ്ങിക്കാവുന്നതാണ്. അവിടെ നിന്നത് വാങ്ങിച്ചു കഴിയുമ്പോൾ മാമുദിസ മുങ്ങിയ രജിസ്റ്റർ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള ദേവാലയത്തിൽ വന്ന് ഭേദഗതി വരുത്തിയ ഡോക്യുമെൻ്റ് വെച്ച് നമ്മുടെ ഒറിജിനലിൽ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി നമ്മുടെ ശരിയാക്കിയിട്ടുള്ള ഡോക്യുമെൻ്റ് നമുക്ക് ഇഷ്യൂ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്.